ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെയായിരുന്നു ഗ്ലോബ് സോക്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. വിനീഷ്യസ് ജൂനിയർ ആണ് ഏറ്റവും മികച്ച താരമായി കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും മികച്ച സ്ട്രൈക്കർക്കുള്ള പുരസ്കാരവും അദ്ദേഹം തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. റയൽ മാഡ്രിഡ് താരങ്ങളുടെ ഒരു ആധിപത്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മറഡോണ അവാർഡ് ബെല്ലിംഗ്ഹാം നേടി. അതുപോലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകനായി കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാർലോ ആഞ്ചലോട്ടിയാണ്. ബാഴ്സലോണയുടെ യുവ പ്രതിഭയായ ലാമിൻ യമാലിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്മർ ജൂനിയർക്ക് ഒരു പ്രത്യേക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും മികച്ച മിഡിൽ ഈസ്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് മറ്റാരുമല്ല, സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഇതിനു മുൻപും ഗ്ലോബ് സോക്കർ അവാർഡിൽ ഈ ഒരു പുരസ്കാരം ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഏറ്റവും മികച്ച മിഡിൽ ഈസ്റ്റ് താരത്തിനുള്ള ആ ഒരു അവാർഡ് അത് ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല അർഹിച്ചത്, മറിച്ച് അൽ ഹിലാലിന്റെ സെർബിയൻ സൂപ്പർ താരമായ മിട്രോവിച്ച് ആണ് അർഹിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പലരും ഇത് ഉയർത്തി കാണിക്കുന്നുണ്ട്. ഏതായാലും രണ്ട് താരങ്ങളുടെയും കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2024 ക്രിസ്ത്യാനോ റൊണാൾഡോ 43 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. 7 അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം 2024 മിട്രോവിച്ചിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 42 ഗോളുകൾ 5 അസിസ്റ്റുകൾ, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ വലിയ ഒരു വ്യത്യാസമൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ 3 കിരീടങ്ങൾ നേടാൻ മിട്രോവിച്ചിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലബിനോടൊപ്പം അദ്ദേഹം ഒരു പിടി കിരീടങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സൗദി അറേബ്യൻ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ നേടിയ രണ്ടാമത്തെ താരമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുപോലെ തന്നെ അൽ ഹിലാലിന് പിറകിൽ 14 പോയിന്റിന് പിറകിലായിരുന്നു അൽ നസർ ഫിനിഷ് ചെയ്തിരുന്നത്. അങ്ങനെ സൗദി കപ്പിന്റെ ഫൈനലിൽ അവർ പരാജയപ്പെട്ടു. അങ്ങനെ പല തിരിച്ചടികളും ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സൗദി അറേബ്യയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. വ്യക്തിപരമായി അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലബിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ കൂടുതൽ ഈ ഒരു പുരസ്കാരം അർഹിച്ചിരുന്നത് മിട്രോവിച്ച് ആയിരുന്നു എന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ സജീവമാകുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.